മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ 5ാം ഡിവിഷൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്യാമള എസ് പ്രഭുവാണുള്ളത്. വാർത്തയിലേക്ക്. നഗരസഭ 5ാം ഡിവിഷൻ ചെർളായിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്യാമള എസ് പ്രഭുവാണ് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത്. പ്രവർത്തകരോടൊപ്പം വീട് കയറുന്ന തിരക്കിലായിരുന്നു ശ്യാമള എസ് പ്രഭു. നമസ്കാരം. നമ്മള് സ്ഥാനാർത്ഥിയോടൊപ്പം എന്ന പരിപാടിയിൽ നഗരസഭ 5ാം ഡിവിഷനിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്യാമള എസ് പ്രഭുവിനെ കാണുവാനും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനാണ് എത്തിയത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരാഴ്ച പിന്നിടുന്നു. സ്വാഭാവികമായും ഭവന സന്ദർശനമാണല്ലോ ഇപ്പോൾ പ്രധാനമായും ലക്ഷ്യമിടുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. വോട്ടർമാരുടെ പ്രതികരണം എന്താ? വോട്ടർമാരുടെ നല്ല പ്രതികരണമാണ്. തീർച്ചയായിട്ടും എനിക്ക് വോട്ട് ചെയ്ത് അവർ ജയിപ്പിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ 30 വർഷം കൗൺസിലറായി ജനസേവനം ചെയ്ത ഒരു വ്യക്തിയാണ് ശ്യാമള എസ് പ്രഭു. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രതിഫലനം വോട്ടർമാർക്കിടയിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് രാവിലെ പോലും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു സ്ത്രീ അവർ കരഞ്ഞു പറയാണ് അവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അവർ വളരെ കഷ്ടത്തിലാണ് എന്നൊക്കെ പറയണം. അങ്ങനെ 100 കേസുകളാണ് എന്നോട് വന്നുകൊണ്ടിരിക്കുന്നത്. വോട്ടർമാരെല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ആരെങ്കിലും വേണം അവർക്ക്. അതാണ് അവരുടെ ആവശ്യം. അവരോടൊപ്പം നിൽക്കുന്ന ഒരാൾ വേണം, അതാണ് അവരുടെ ആവശ്യം. അത് ഞാൻ അന്നും ഇന്നും എപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്. 30 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ചെയ്യണു. ഞാൻ കൗൺസിലർ അല്ലാത്ത സമയത്ത് പോലും വീട്ടിലെ ആൾക്കാർ വരും, അവർക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്തു കൊടുക്കും. പക്ഷെ അത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അധികാര കസേരകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ പഴയ ശ്യാമള ചേച്ചി കൗൺസിലറായിരുന്ന 30 വർഷം കൗൺസിലറായിരുന്ന ആ ഡിവിഷനിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ ഡിവിഷൻ. പഴയ 5ാം ഡിവിഷനിലെ കുറച്ചധികം ഭാഗങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുണ്ട്. ആ മേഖലകളിൽ ശ്യാമള ചേച്ചി പോയി വോട്ടർമാരെ കണ്ടപ്പോഴുള്ള ഒരു അല്ല, ഞാൻ 5ാം ഡിവിഷന്റെ പുതിയതായിട്ട് ചേർക്കുക ഭാഗങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള അവരുടെ പ്രതികരണം എന്ന് പറയുമ്പോൾ അവരുടെ ശോചനീയാവസ്ഥ, അവർ താമസിക്കുന്ന സ്ഥലത്ത് കുടിവെള്ള പ്രശ്നം, ലൈറ്റിൻ്റെ പ്രശ്നം, വഴി പ്രശ്നം, ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ പരിഹരിച്ച് കൊടുക്കണമെന്ന് അവർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു ഏരിയ കഴിഞ്ഞു ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഫ്ലാറ്റിൻ്റെ ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരോടൊക്കെ സംസാരിച്ച് വരുമ്പോൾ അവർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ അവർ യഥാസമയം വന്നു കഴിഞ്ഞാൽ ഞാൻ നിറവേറ്റി കൊടുക്കണം. തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ അതറിയാം. ഇവിടെ ഉള്ളവർ പലരും എന്നെ കാണാൻ വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ അവരിവിടെ വന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ 100 പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അവരോട് ഒരു അവസരം തരാനാണ് പറയണത്, നിങ്ങളെയൊക്കെ സേവിക്കാനായിട്ട്. ദൈവത്തിനോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്, ദൈവം കൂടി അനുഗ്രഹിക്കുന്നു. സാധാരണ മുന്നണി സ്ഥാനാർത്ഥികളിലെ ഭവന സന്ദർശനത്തോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടും ശ്യാമള പ്രഭു രംഗത്ത് വന്നത്. 30 വർഷക്കാലം ചെർളായി ഡിവിഷന്റെ ജനപ്രതിനിധിയായിരുന്ന പ്രവർത്തന പരിചയമാണ് തനിക്ക് ഏറെ മുതൽക്കൂട്ടെന്നും ജനങ്ങളെ സേവിക്കാൻ ഒരവസരം കൂടി നൽകണമെന്നാണ് താൻ ആവശ്യപ്പെടുന്നതെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയായ ശ്യാമള എസ് പ്രഭു പറയുന്നു. ബിജെപിയുടെ മുൻ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിരുന്നു ശ്യാമള എസ് പ്രഭു. ബിജെപിയിൽ നിന്ന് രാജിവെച്ചുകൊണ്ടാണ് ശ്യാമള എസ് പ്രഭു ഈ ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. തനിക്ക് ജനം അംഗീകാരം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ശ്യാമള എസ് പ്രഭു. ഡിവിഷനിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ശ്യാമള എസ് പ്രഭു പ്രകടിപ്പിച്ചു. ശ്യാമള എസ് പ്രഭുവിന്റെ വാക്കുകളിലേക്ക്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ശ്യാമള ചേച്ചി മത്സരിക്കുമ്പോൾ ആ കഴിഞ്ഞ 30 വർഷത്തെ അനുഭവങ്ങൾ ശരിക്കൊരു ഒരു കരുത്ത് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും 30 വർഷത്തെ അനുഭവങ്ങൾ എനിക്ക് കരുത്ത് നൽകുന്നുണ്ട്. പിന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയത്തിന് അത്രയ്ക്ക് പ്രാധാന്യമൊന്നും എനിക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മൾ നഗരസഭയിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന അവരുടെ ആ പദ്ധതികളൊക്കെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഇത് തോന്നിയിട്ടില്ല, ഇനിയും തോന്നില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ജയിക്കുന്നുള്ളത് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്, അതിൽ യാതൊരു ഇതുമില്ല. കാരണം പോയ സ്ഥലങ്ങളിൽ ഒരാളും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വേർഡ് എന്നോട് പറഞ്ഞിട്ടില്ല. അവർ വോട്ട് ചെയ്യും, ജയിപ്പിക്കും, നിങ്ങളുടെ സേവനം ഇനി ഞങ്ങൾക്ക് വേണം. ഞാനില്ലാത്തപ്പോൾ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഓരോ സ്ഥലത്ത് പറഞ്ഞാണ്. ഒരു ഏരിയയിൽ പോയപ്പോൾ കുടിവെള്ളം തന്നെ ഇല്ല എന്ന് അവിടെ. ചില ഏരിയയിൽ പോയാൽ ലൈറ്റുകൾ കത്തുന്നില്ല, കേൾക്കാൻ ആളില്ല.
അതാണ് സ്ഥിതി. ഞാനെന്ന് വെച്ചാൽ ഫുൾ ടൈം എൻ്റെ വീട് തന്നെയാണ് കോർപ്പറേഷൻ. അപ്പൊ ഏത് സമയത്തും വരും. പക്ഷെ പുതിയ ആളൊക്കെ വന്നു കഴിയുമ്പോൾ അവരൊരു ഓഫീസ് എടുത്തിട്ടുണ്ട്. പക്ഷെ 7 മണി കഴിയാണ്ട് അവിടെ ആൾക്ക് ചെല്ലാൻ പറ്റില്ല. മനസ്സിലായി? അതാണ് അവിടുത്തെ സ്ഥിതി. ഞാൻ അവരെ ഒന്നും പറയല്ല. പക്ഷെ എന്നാലും എനിക്ക് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കൂടാണ്ട് ഇത്രയും ആൾക്കാരുടെ സഹായം എനിക്കുണ്ട്. ആരും എന്തിനും തയ്യാറായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായിട്ട് വലിയ ആളുകളുടെ ഒരു പിന്തുണ ലഭിക്കുക എന്നുള്ളത് ഒരു പെട്ടെന്ന് സാധ്യമാവുന്നുണ്ട്. അത് ഞാൻ ഈ 30 വർഷം ചെയ്തതിന്റെ ഇതാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ പ്രവർത്തകർ അത്രയധികം നല്ല കാര്യങ്ങൾ ഞാൻ 30 വർഷക്കാലം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഡിവിഷനിൽ. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നത്. തീർച്ചയായിട്ടും അതുപോലെയാണ് നടന്നത്. ശ്യാമള ചേച്ചി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാല് പുതിയതായിട്ട്, അതായത് കഴിഞ്ഞ 30 വർഷം കൗൺസിലർ ആയിരുന്നല്ലോ, പുതിയതായിട്ട് എന്തെങ്കിലും പദ്ധതികൾ മനസ്സിലായി? തീർച്ചയായിട്ടും പുതിയതായിട്ടെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ. അതായത് ഞാനിപ്പോൾ പറയുന്നു, ടൗൺ ഹാളിൽ ബാക്കിൽ ഒരു ജിംനാഷ്യം ഉണ്ട്. അത് ആധുനികീകരിക്കണം എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിന് എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്ന് ശരിയാക്കണം. പിന്നെ ഞാൻ അലോപ്പതി, ഹോമിയോ ഒക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആയുർവേദമില്ല, ഒരു ആയുർവേദ ക്ലിനിക്കും കൂടി എനിക്ക് തുടങ്ങണമെന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് പറവാനമുക്കിൽ SC/ST താമസിക്കുന്ന വളരെ മോശമായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട്. അവർക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണം, അവർക്ക് താമസ സൗകര്യങ്ങൾ ശരിയാക്കി കൊടുക്കുക. ഇതൊക്കെ അന്നും എൻ്റെ ആഗ്രഹമായിരുന്നു, ഇന്നും ആഗ്രഹമാണ്. ഞാൻ ജയിച്ചു വന്ന അതെല്ലാം ചെയ്തു കൊടുക്കും. തീർച്ചയായിട്ടും ശ്യാമള ചേച്ചി കഴിഞ്ഞ 30 വർഷം ജനപ്രതിനിധിയായിരുന്ന ആ അനുഭവ സമ്പത്തോടു കൂടി വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഡിവിഷനിൽ ശ്യാമള ചേച്ചി വിജയിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.